ഹായ്. ഒരു വാക്കിന് മല, നല്ല ഡേ ലൈറ്റ്, നല്ല നല്ല നൈസ് വെതറാണ്. പിന്നെ അങ്ങനെ ഒരു വാക്കിന് പോലെ വെച്ചിട്ട് ഇറങ്ങിയത്. സമ്മറൊക്കെ ആയിവരല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ റിങ് പറഞ്ഞൊരു വാക്കുണ്ട്, ലണ്ടനിലെ ഉള്ളിലുള്ള ഒരു വാക്കാണ്. നൈസ്. ഒരു ഏകദേശം ഒരു 15 സെക്ഷൻസ് ഉണ്ട്. എന്നാലും ഒരു 80 മൈലിൻ്റെ അടുത്ത് ടോട്ടൽ പേരുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെഷൻ ഇന്ന് തുടങ്ങിയൊക്കെ വിചാരിച്ചു. സമ്മറൊക്കെ ആയപ്പോൾ ഇങ്ങനെ വീക്കെൻഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട്. ഊൾവിച്ചാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു തമിഴ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ നല്ല ഇടിയപ്പം ഫിഷ് കറി ഇതൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിച്ച് പിന്നെ സ്റ്റാർട്ടിങ് പോയിൻ്റ് പോകാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നൈസായി പോയേക്കല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇറങ്ങി. ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് പോകണം. ഒരു 5 മിനിറ്റ് നടക്കാണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 1 hour 2 ട്രെയിന് മാറിക്കയറണം സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് പോയേക്കാം. ബാക്കി അവിടെ എത്തിയിട്ട് നോക്കാം. സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് നമ്മൾ വാക്കിൻ്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. ഇതാണ് ഇവിടെയാണ് ഒഫീഷ്യൽ സ്റ്റാർട്ടിങ് പോയിന്റ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നത്തെ വാക്ക് സെക്ഷൻ 1 ഊൾവിച്ച് ടു ഫാൽക്കൺവുഡ്, ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഊൾവിച്ച് ഫുഡ് ടണലാണ്. ഇത് അപ്പുറത്ത് ഇതിനപ്പുറം തേംസ് നദിയാണ്. ഇത് അണ്ടർഗ്രൗണ്ട് ഫുഡ് ടണലാണ് അപ്പുറത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇങ്ങനെ നൈസായിട്ട് പോയേക്കാം. ഇനി പിന്നെ ഞാനൊരു ആപ്പിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് മാർക്കിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് അതിൽ നോക്കിയിട്ടാണ് പോകല്. നമ്മൾ ലോസ്റ്റ് ആവും. അതിന് മുമ്പ് ഒരു വാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ലണ്ടൻ ലൂപ്പ് വാക്കാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരുന്ന ആപ്പ് തന്നെയാണ്. ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ട്, അപ്പോൾ അതും കൊടുക്കണം. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. കാര്യങ്ങൾ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ വാക്കിന് ഏകദേശം ഉണ്ടായിരുന്നത് ഒരു 200 സംതിങ് മൈലാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കി വന്നപ്പോഴത്തേന് വഴിയൊക്കെ തെറ്റി ഒരുപാട് ടൈം എടുത്തു. അത്യാവശ്യം ഒരു 100 കിലോമീറ്ററോളം അധികം നടന്നു ആപ്പ് ഉപയോഗിച്ചിട്ടും. നമ്മൾ ഇതിലും ആപ്പിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തേംസ് നദിയുടെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റാകും. ഞാൻ കുട്ടിയൊക്കെ മാറ്റി ജാക്കറ്റ് ഇട്ടു. പിന്നെ വാക്കിനെ പറ്റി പറയാൻ വന്നാൽ ഇതിൻ്റെ ലക്ഷ്യം തന്നെ, വാക്കിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഞാനതിന് മുമ്പ് ഒരു വാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് ഇവിടുത്തെ നേച്ചറായിട്ട് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. അതേമാതിരി ഇവിടുത്തെ വാക്ക് നമ്മളെ പല റൂട്ടിൽ കൂടെ കൊണ്ടുപോകും, പല ഉള്ളേരിയ കൂടെ. നമുക്ക് ഇവിടുത്തെ ലൈഫ് ആൾക്കാരെ ജീവിതത്തിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. നമ്മളൊരു ടൗണിൽ ജീവിക്കാന്നുണ്ടെങ്കിലും ടൗണിൻ്റെ കുറച്ച് ഉള്ളേരിയും കാര്യങ്ങൾക്കും പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമ്മൾ നാച്ചുറായിട്ട് കണ്ടാവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എനർജി ബൂസ്റ്റിങ് ഒരു കിട്ടും. നമുക്ക് വീക്കെൻഡിൽ ഒരു വൈവ് കിട്ടുമ്പോൾ വരുമ്പോൾ അത് നമുക്കൊരു റീചാർജ് സെറ്റപ്പാണ്.
വാക്ക് കണ്ടിന്യൂസ്. നമ്മളിപ്പോൾ ഒരു വുഡ്സിൻ്റെ ഉള്ളിൽ. ഇതാണ് വാക്കിൻ്റെ ഒരു ഗുഡ് പാർട്ട്. നമ്മളെ പോണ റൂട്ടിൽ വാക്ക് പോണത് പറഞ്ഞാൽ നമ്മളെ പോണ വഴിക്കുള്ള പാർക്ക്സ്, അതേമാതിരി ചെറിയ ചെറിയ വുഡ്സ് ഇതെല്ലാം കണ്ട് ചെയ്ത് അതിലൂടെ നമ്മൾ കൊണ്ടുപോവുക. ഇതിപ്പോൾ ഇതെല്ലാം ലണ്ടൻ്റെ ഇന്നർ ലണ്ടൻ്റെ ഉള്ളിലുള്ള സ്പോട്ടുകൾ തന്നെയാണ്. എല്ലാവരും നമ്മൾ എവിടെ നിന്നുണ്ടെങ്കിൽ ലണ്ടനുള്ളിൽ എവിടെ നിന്നുണ്ടെങ്കിലും ഒരു 40 മിനിറ്റ്സ് 1 hour ഉള്ളിൽ യാത്ര ചെയ്തെത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് വീക്കെൻഡ്സ് അതേമാതിരി ഓഫ് ഡേയ്സിലൊക്കെ ഒന്ന് ചില്ലാക്കി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇന്നത്തെ സെക്ഷന് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായി. നമ്മളിപ്പോൾ ഒരു 10-11 കിലോമീറ്റർ നടന്ന് ഇനിയിപ്പോൾ ഒരു കുറച്ചും നടന്ന് നമ്മൾ ഫാൽക്കൺവുഡ് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇന്നത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകണേ. പിന്നെ എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ കുറച്ച് 2 വർഷം മുമ്പൊക്കെ ഞാൻ വാക്ക് ഇങ്ങനത്തെ വേറൊരു വാക്ക് ലൂപ്പ് വാക്ക് പറഞ്ഞ വാക്ക് ചെയ്തിരുന്നു. ഫസ്റ്റ് തുടങ്ങിയ ടൈമിൽ ഞാൻ 2-3 സെക്ഷൻസൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു ഓരോ ദിവസം. പിന്നെ കുറച്ചിങ്ങനെ നടന്നു തുടങ്ങി കുറച്ച് സെക്ഷൻസൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരുപാട് ദൂരം പോവുക അല്ലെങ്കിൽ ഒരുപാട് സെക്ഷൻസ് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യണേ അല്ല അതിൽ രസം ഉള്ളത്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നല്ലാതെ വേറെ ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്പീഡിൽ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നടക്കണേ സെക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നല്ലാതെ വേറെ നമുക്കൊന്നും ഒരു ഫീൽ കിട്ടുന്നില്ല. നമ്മളത് എൻജോയ് ചെയ്താൽ അങ്ങനെ ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഓരോ വീക്കെൻഡിൽ ഓരോ സെക്ഷൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ അങ്ങനെ പോയി ഒരു സെക്ഷൻ മാത്രമായി കംപ്ലീറ്റ് ചെയ്ത് സ്ലോ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഓരോ സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അതുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ക്യാപിറ്റൽ റിങ്ങിൻ്റെ ഒഫീഷ്യൽ വേ മാർക്കിംഗ് ഉണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ പോകാമെന്ന്. പിന്നെ വേ മാർക്കിങ് ഞാൻ കാണിച്ചത് കണ്ടോ, ഇതേമാതിരിയുള്ള മാർക്കിങ്സ് ഉണ്ടാവും. നമ്മൾ അത് നോക്കിയിട്ടാണ് പോകേണ്ടത്. ഇത് ചില സ്ഥലത്ത് മറിഞ്ഞിരിക്കണ്ടാവുമ്പോൾ ഇപ്പോൾ പുല്ലോടും കാലും കൊണ്ടൊക്കെ മറിഞ്ഞിരിക്കണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വഴി തെറ്റി പോകും. പിന്നെ നമ്മൾ ആപ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എങ്ങനെ കുറച്ച് ഡയറക്ഷൻ മാറി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ തിരിച്ചു വരും, ഇത് പിന്നെ റൂട്ടിൽ കയറും. അതൊക്കെ ഒരു ഇതിൽ ഈ വാക്കിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ടാണ്. നമ്മളിപ്പോൾ സെക്ഷൻ 1ൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇവിടെ ഇതാണ് സെക്ഷൻ 1ൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടാണ് സെക്ഷൻ 2. ഈ കാണുന്ന ബ്രിഡ്ജ് കടന്ന് പോകുമ്പോൾ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്. മുമ്പ് പോകുന്നത് സ്റ്റേഷനിലാണ്, ഫാൽക്കൺവുഡ് സ്റ്റേഷൻ. അതിൽ ഏറെ കാണാണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇവിടുന്ന് ഞാൻ സ്റ്റേഷനിൽ പോകും. അവിടുന്ന് ട്രെയിൻ എടുത്ത് റൂമിൽ പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ.